എന്റെ അപ്പനെ കാണാനില്ലാത്തതിന്റെ വേദനയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അപ്പോൾ അവിടെ പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് അന്ന് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഞങ്ങൾക്ക് പറയാൻ കിട്ടി 1.5 മണിക്കൂർ സെർച്ച്. അല്ല, അതിനുശേഷം ഏരിയൽ സെർച്ച് രാവിലെ ഉണ്ടാവും, കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത ദിവസം നോക്കിയപ്പോൾ രാവിലെ ഇറങ്ങിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വെതർ കണ്ടീഷൻ, അല്ലാതെ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞ് ഇറങ്ങി. അതിനുശേഷം എത്ര മണിക്കൂറാണ് സർവീസ് നടന്നത്? 1.5 മണിക്കൂർ. ഇത് അവർക്ക് അവിടെ നിന്ന് വരാൻ തന്നെ 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ 1 മണിക്കൂർ സെർച്ച് പോലും വേണ്ടത്ര രീതിയിൽ നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഏരിയൽ സെർച്ച് 1 മണിക്കൂർ സെർച്ച് പോലും നടന്നിട്ടുണ്ടാവില്ല. കോസ്റ്റ് പോലീസിന്റെ കാര്യം പറയണ്ട. ഞങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ അതിനുശേഷം കളക്ടറേറ്റിൽ പോയതിനു ശേഷമാണ് അവർ കുറച്ചുകൂടെ ഊർജിതമാക്കി എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക് വന്നത്. കളക്ടറേറ്റിൽ പോയതിനു ശേഷം 3 മണിക്കൂർ ഏരിയൽ സെർച്ച് അവർ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് കംപ്ലീറ്റ് സെർച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നടന്ന ആ ഒരു രക്ഷാപ്രവർത്തനം എന്തുകൊണ്ട് തുടക്കത്തിലേ നടന്നില്ല? ഞങ്ങൾ ചോദിച്ചതിന് ശേഷമാണോ ഈ 3 മണിക്കൂർ 4 മണിക്കൂർ സെർച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്? ഇതാണ് ഞങ്ങളുടെ വേദന. കാരണം കടലിൽ കിടക്കും തോറും ഞങ്ങളുടെ മനോവികാരം എന്ന് പറയുന്നത് അപ്പനവിടെ ഉണ്ട്, അപ്പൻ എവിടെയോ ഉണ്ട്, രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ്. ഇന്ന് വരെയും ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു SOP ഇല്ല. ഇന്ന് വരെയും ഇതിന് കൃത്യമായിട്ടൊരു SOP ഇല്ല. അതായത് ജനറൽ SOP എടുത്ത് കടലിലെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചാൽ എങ്ങനെ ശരിയാവും? കടലും കരയും വ്യത്യസ്തമാണ്. എന്തുകൊണ്ട് അത് ഇത്രയും കാലമായിട്ട് ഡെവലപ്പ് ആക്കിയില്ല? ഇത് സിസ്റ്റത്തിന്റെ പിഴവാണ് പറയുന്നത്. ഒരു സർക്കാരിനെ ബ്ലെയിം ചെയ്യുന്നില്ല. ഇത് ഇത്രയും നാളത്തെ സിസ്റ്റത്തിന്റെ പിഴവിനെയാണ് പറയുന്നത്. ഇനി നാളെ ഇതിന്റെ പേരിൽ ഒരു ജീവനും കടലിൽ പോകാൻ പാടില്ല. 2-way കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് എത്ര നാളായി അവർ അഭ്യർത്ഥിക്കുന്നു. ഒരു തീരം മുഴുവനും ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് ISR ഉണ്ടായത്. എന്നിട്ട് ടെക്നോളജി ഫിഷർമാൻ എന്ത് നൽകി? ഇന്നും ഓരോ അന്നത്തെ അവസ്ഥ തന്നെയാണ്. ഇന്നും ഓരോ വീട്ടിലും കടലിൽ പണിക്ക് പോകുമ്പോഴത്തേക്കും, അപ്പന്മാർ കടലിൽ പണിക്ക് പോകുമ്പോഴത്തേക്കും വീട്ടിലെ സ്ത്രീകളും കുട്ടികളും ആശങ്കയോടെ കഴിയേണ്ട ഒരു അവസ്ഥയാണ് ഇന്നും. പക്ഷെ അങ്ങനത്തെ 2-way കമ്മ്യൂണിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിലോ അക്യുറേറ്റ് ആയിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് നമുക്കില്ല. അക്യുറേറ്റ് ആയിട്ട് നൽകാൻ കഴിയുന്നില്ല. ഇന്നലെ 40 കിലോമീറ്ററിൽ നിന്നൊരു വേഗതയിൽ ചുഴലിക്കാറ്റുണ്ടാവും എന്നൊക്കെ പറയും. ഇന്നലെ എവിടെയെങ്കിലും കാറ്റുണ്ടായി മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ആ മത്സ്യബന്ധനത്തിന് പോകില്ല. കാരണം കൃത്യമായിട്ടുള്ള ഒരു വെതർ ഫോർകാസ്റ്റിംഗ് കിട്ടാത്തത് കൊണ്ട് അവൻ ചിന്തിക്കും, ഇങ്ങനെ അടുത്ത തവണ നൽകുമ്പോഴത്തേക്കും അവൻ ചിന്തിക്കും ഉറപ്പായിട്ട് നടക്കില്ല, അവൻ കടലിൽ പോകും. ഇന്ന പ്രദേശത്ത് ഇത്ര കാറ്റടിക്കും എന്നുള്ള കൃത്യമായിട്ട് വെതർ ഫോർകാസ്റ്റിംഗ് നൽകിയെങ്കിൽ അവർക്ക് മുൻകരുതലോടുകൂടി മീൻ പിടിക്കാൻ പറ്റും, മുൻകരുതലോടുകൂടി അവർക്ക് പോകാൻ പറ്റും. ഒരു ഡിസാസ്റ്റർ ഉണ്ടായിട്ട് ഞാൻ കടലിനെ അവർക്ക് മറ്റേ NDRFന്റെ അത് വെച്ചുകൊണ്ടാണ് ചെയ്തത്. വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ അവിടെ പറഞ്ഞ കാര്യമാണ് SOP ഉണ്ടാക്കി. പിന്നെ ഇതിന് മത്സ്യത്തൊഴിലാളികളെ കൂടെ സഹകരിക്കും. നമ്മളിപ്പോൾ മറൈൻ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് പോലീസുകാരെ എടുത്ത് വെക്കുന്ന ഇതാണ്. അവർക്കൊന്നും എക്സ്പെർട്ട് മത്സ്യത്തൊഴിലാളികളെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യും. പിന്നെ ഈ വെതർ ഫോർകാസ്റ്റിന്റെ പോരായ്മയുണ്ട്, അക്യുറേറ്റ് ആയിട്ട് അവർ പറയുന്നില്ല. അത് കഴിഞ്ഞ ദിവസം മീറ്റിംഗ്, അവിടുത്തെ പ്രളയത്തിന്റെ ഭാഗമായി മീറ്റിംഗ് കൂടിയിട്ട് നമ്മളെല്ലാം ചെയ്യുന്നതുപോലെ അതിൽ വഴക്ക് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് എക്സാക്ട് വെതർ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം കൂടി ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമുക്ക് മുതലപ്പുഴി ഹാർബറിനെ അറിയാം. ഈ ഹാർബറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സുഗമമായിട്ട് മത്സ്യബന്ധനം നടത്തുക എന്നുള്ളതാണ്. ഇന്നവിടെ 80-ലേറെ മരണങ്ങളായി. അപ്പൊ അവിടെ സുഗമമായ മത്സ്യബന്ധനമല്ല, അപകടങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. ഒരു പാലത്തിലൂടെ അപകടങ്ങൾ കൂടുതൽ ഉണ്ടായാൽ അതിന്റെ അക്കൗണ്ടബിലിറ്റി ആരെടുക്കുന്നു? അതിന്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നു. അപ്പോ ഹാർബറിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അവിടെ ഉണ്ടാകുന്ന അപകടത്തിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ അവിടത്തെ സയൻസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് കോസ്റ്റൽ ഇൻഡിജിനസ് സയൻസും കൂടെ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കണം. അതും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് സംയുക്തമായിട്ടാണ് ഒരു നിർമ്മാണം. കടലോര ദേശത്ത് എന്ത് നിർമ്മാണം ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം എങ്കിലേ അത് അത്രത്തോളം. കാരണം ഫസ്റ്റ് ചെയ്തതിന്റെ ഒഴുക്ക് തമ്മിലുള്ള കൂട്ടിയിടി കാരണം
മധ്യത്തിലൊരു വലിയ കുഴി ഉണ്ടാവുകയും വെള്ളം കുഴിയിൽ ഇറങ്ങി മുകളിൽ കയറുമ്പോൾ തിരയടിച്ച് അപകടങ്ങൾ വലിയ രീതിയിലുണ്ടായി. പിന്നീട് അതിന്റെ നിർമ്മാണ രീതി മാറ്റി. ഇപ്പൊ മൗത്ത് ഭാഗം ഓപ്പൺ ആയിരിക്കുന്നത് ആ സൈഡ് നോക്കിയാണ്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് പക്ഷെ കാറ്റടിക്കുന്ന രീതി ചെയ്യുന്നതാണെങ്കിലും അപ്പൊ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കോസ്റ്റൽ റീജിയൻ ഉള്ളവരുമായിട്ട് പങ്കുവെച്ച് അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം മാത്രമേ തീരദേശത്ത് നടത്താവൂ. കാരണം തീരദേശം ചെയ്യാവൂ. ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എല്ലാ തീരദേശവാസികളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. വിഴിഞ്ഞം വിഴിഞ്ഞം ഹാർബർ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഹാർബർ ആയിരുന്നു. പക്ഷെ ഇപ്പോ അവിടെ തിര ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. വളരെ കായലൂടെ കിടന്ന